Holy
സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപോലെ നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികരണത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ, മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാമി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതും. സ്തുതി പാടും പാടും ഞാൻ. നാദം മണിമണിരഞ്ഞവനും ആരും അനവരത്തിൻ നമനാദായി മഹിമേടവി തലമുറ തലമുറയോടെങ്കും സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവങ്ങളുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞാനും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന തിരുമാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശാ പരിപാലനാം ബലവാനേ പരിപാലനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾക്ക് ഏകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിയർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. അധ്യായം 9 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആസ്വദിച്ചാലും. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തെ കാണുന്നു, ദുശാഠ്യക്കാരനായ ഒരു ജനം. അവരെ നശിപ്പിച്ച് ആകാശത്തിന്റെ കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യാൻ പോകുന്നു. എന്നെ തടയരുത്. അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും. ഞാൻ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോഴും മല കത്തിയെരിയുകയായിരുന്നു. ഉടമ്പടിയുടെ 2 പലകകൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു. കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ 2 പലകകളും വലിച്ചെറിഞ്ഞു. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവ ഉടച്ചു കളഞ്ഞു. അനന്തരം മുൻപിലെ പോലെ 40 പകലും 40 രാവും ഞാൻ കർത്താവിന്റെ മുമ്പിൽ പ്രണമിച്ചു കിടന്നു. നിങ്ങൾ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിടുത്തെ കുപിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു. അതിനാൽ എനിക്ക് ഭയമായിരുന്നു. എന്നിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. അഹ്റോനോടും കർത്താവ് കോപിച്ചു. അവനെ നശിപ്പിക്കുവാൻ അവിടുന്ന് ഒരുങ്ങി. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. ആ നികൃഷ്ട വസ്തുവിനെ, നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു. ഞാനത്
തച്ചുടച്ചു ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും പൊടിച്ച് ധൂളിയിലാക്കി മലയിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയിൽ ഒഴുകിക്കളഞ്ഞു. തബോറായിലും മാസായിലും കീബോത്ത് ഖത്താമിലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാദേശ് ബർന്നയിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു. അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല, അനുസരിച്ചുമില്ല. ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയത് മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ്. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പായി സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 4 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കുവിൻ. നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും ആകുലാകുലൻ ആകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളുടെയും നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ മുഴുവൻ ധാരണയെയും അതിലംഘിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോ മിശിഹായിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യസന്ധവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്നും നിങ്ങൾ പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാൽ വന്നുമിഴഞ്ഞു തുടർന്നിടുന്നു. രാജാവേ തിരുമുന്നിൽ കീർത്തനം മധുവായി ഞാനതൊരു തീരത്തെ തുരിത പോലും അതുപോൽ സുഖനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക്
ഈശോ അവിടെ നിന്ന് പുറപ്പെട്ട ടൈർ സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് കഠിനമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ വന്ന് അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മളുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ വന്ന് അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിക്കണമേ. അവൻ പറഞ്ഞു, മക്കളുടെ ഒപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. പക്ഷേ അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കുട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. അപ്പോൾ ഈശോ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഈശോമിശിഹായിലേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏലിയ സ്ലീവ മൂശാകാലത്തിലെ സ്ലീവ കാലം 3-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. സ്ലീവ കാലം 3-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനവിചിന്തനത്തിനായിട്ടുള്ള ഭാഗത്തിലും ഇന്നും വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയും നമ്മളോട് വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞതെങ്കിലും ഇന്നും വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു, ഈ വൃക്ഷത്തോടെ ഇവിടെ നിന്ന് പോയി കടലിൽ നിപതിക്കാൻ പറഞ്ഞ എന്നുള്ള ആ ഭാഗമായിരുന്നു. ഇന്നത്തെ കാനാൻകാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ സുവിശേഷം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് 2 ന്യൂസുകൾ മുന്നിലേക്ക് എടുത്തു വയ്ക്കുക. ഒന്ന്, നിങ്ങളെല്ലാവരും വായിച്ചതാണ്, പത്രത്താളുകളിൽ നിന്ന് വായിച്ചതാണ്. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും. പത്രം വരുത്തുന്നവരും അല്ലെങ്കിൽ പത്രത്തെക്കുറിച്ച് കുറച്ചെങ്കിലും അറിവുള്ളവരാണെങ്കിൽ ന്യൂസ് വായിക്കുന്നവരോ കേൾക്കുന്നവരോ ആയിട്ടുള്ളവർ ഇത് വായിച്ചിട്ടുണ്ടാകും. അതാരാണ്, ഏത് കമ്മ്യൂണിറ്റിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ വാർത്ത വായിച്ചതിന് ശേഷം ചിലരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് നമ്മുടെ വീട്ടിലല്ലോ സംഭവിച്ചത് എന്നുള്ളൊരു ചിന്തയായിരുന്നു പലരുടെയും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇറാഖിൽ, ഒരു കാലത്തെ ക്രിസ്തീയതയുടെ സെന്ററായിട്ടുള്ള ഇറാഖ്, ഇപ്പോഴത്തെ ഇറാഖ്, പണ്ടത്തെ സമരിയ എന്ന് പറയുന്ന സ്ഥലം, അല്ലെ മൊസൂൾ എന്ന് പറയുന്ന സ്ഥലം, ഇതൊക്കെ ക്രിസ്തീയതയുടെ പാരമ്പര്യം, ഈറ്റിൽ എന്ന് പറയുന്ന സ്ഥലം ആണ് പാരമ്പര്യം കുടികൊണ്ടിരുന്ന സ്ഥലമായിട്ടുള്ള ഇറാഖിലൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ സംഭവിച്ച ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പാരമ്പര്യത്തിൻ്റെ പ്രധാന വക്താക്കളായിട്ടുള്ള കേരളത്തിൽ, സീറോ മലബാറിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള കേരളത്തിൽ സംഭവിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ വീട്ടിൽ സംഭവിച്ചില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ്, നിങ്ങളുടെ തലയ്ക്ക് ബോധമില്ലെന്ന് ഞാൻ പറയുന്നു. കാരണം നാളെ എൻ്റെ വീട്ടിൽ സംഭവിക്കുമ്പോഴും മറ്റുള്ളവർ പറയും, ആ കുഴപ്പമില്ല, അവൻ അങ്ങനെ പറഞ്ഞതാണ്, അല്ലെ അവൻ അങ്ങനെ പറഞ്ഞതാ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അതിനെ കുറ്റം പറയുന്നത്. ഞാൻ ഈ വാർത്തയെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ റിയാക്ഷൻസ് എന്താണെന്ന് പല ആവർത്തി ചിന്തിക്കുകയും ചെയ്തപ്പോൾ 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കണ്ടുവന്നത്. ഒന്നിതാണ്, അതിനെതിരായിട്ട് ഒരു നവീകരണ പ്രസ്ഥാനങ്ങളോ ഒന്നും വാക്കുയർത്തിക്കൊണ്ട് വരുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഇല്ലേ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ക്രൈസ്തവരുടെ എന്തെങ്കിലും ഒരു അപജയമോ അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെയോ കന്യാസ്ത്രീയുടെയോ ആത്മാവിന്റെയോ ആരുടെ ആയിക്കൊള്ളട്ടെ, കരിസ്മാറ്റിക് പ്രസ്ഥാനക്കാരുടെയോ ആരുടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നവീകരണ പ്രസ്ഥാനക്കാർ ഒരുമിച്ച് കൂടി അതിനെതിരായിട്ട് പൊടി പിടിക്കുകയും ജാഥ നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കേരള കത്തോലിക്കാ സഭയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ആരും കടന്നു ചെല്ലുന്നതായിട്ട്. അതുകൂടാതെ ഇനി ഒത്തിരിയധികം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ആരും പ്രാർത്ഥനാ മുന്നേറ്റവുമായിട്ട് ആ വീട്ടിലേക്ക് പോകുന്നതായിട്ടോ സഹായം വാഗ്ദാനം ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്നതായിട്ടോ ഞാൻ കണ്ടില്ല. നിങ്ങൾ വായിച്ചോ? നിങ്ങൾ വായിച്ചിട്ടില്ല. എനിക്ക് 100% ഉറപ്പാണ് അവിടെ ആരും ചെന്നിട്ടില്ല. ഇടവക ജനങ്ങൾ ഇനി നമ്മുടെ ഈ കാത്തറ ഇടവക തന്നെ എടുക്കാം. ഇവിടെ 36 വീട്ടുകാരുള്ളത്. ഈ 36 വീട്ടുകാർ ഉള്ള
കാത്രച്ച് ഇടവകയിൽ ഉള്ള ഒരു സഹകരണം പോലും എനിക്ക് തോന്നുന്നില്ല ആ ഇടവകയിൽ സംഭവിച്ച, ആ കുടുംബത്തിൽ സംഭവിച്ച അപജയത്തിൽ ചെന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടവകക്കാർ ചെല്ലുകയോ അല്ലെങ്കിൽ ആ ഇടവക ജനം ഒരുമിച്ച് മുന്നോട്ട് ചെന്ന് ഒരു എന്തെങ്കിലും ഒന്ന് ഒരു കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുക്കുന്നതോ ആയിട്ട് വായിച്ചു. ഇത് വായിക്കാതെ ഇരിക്കുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കും ഇതൊരു വലിയ സംഭവമാണോ? വലിയ സംഭവമാണോ? സംഭവമാണ്. എൻ്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ ഒരു വലിയ സംഭവമാണ്. രണ്ടാമത്തെ, ഡെയിലി ഹണ്ടിൽ ഒരു ന്യൂസ് വായിച്ചതാണ്. ക്രിസ്തീയ പെൺകുട്ടികളെ ആന്റി ക്രൈസ്റ്റ് മുന്നേറ്റത്തിലേക്ക് ലേബറേഴ്സ് ആയിട്ട് എടുക്കുന്നുണ്ട്, അല്ലെ അവരെ കൂലി കൊടുത്തുകൊണ്ട് പെൺകുട്ടികളെ എടുക്കുന്നതായിട്ട്. അത് പ്രത്യേകിച്ചും IT കഴിഞ്ഞത്, ഈ മറ്റേ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളെ അതിനായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയാണ്. ഈ വാർത്ത വായിക്കുമ്പോഴേക്കും എന്താണ്, കുഴപ്പമില്ല, സുഹൃത്തുക്കളൊക്കെ എടുക്കുന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കും. ആന്റി ക്രിസ്ത്യൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്ക് അല്ലേ. ആന്റി ക്രിസ്ത്യൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുക, ബ്ലാക്ക് മാസും മറ്റു കാര്യങ്ങളുമായിട്ട് പോകുന്ന കമ്മ്യൂണിറ്റി, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പൈശാചിക പ്രവണതയുള്ള സമൂഹം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ബ്ലാക്ക് മാസും അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് ക്രിസ്തീയ പെൺകുട്ടികളെ ലേബറേഴ്സ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പെൺകുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ കുടുംബങ്ങളിലൊക്കെ വിശ്വാസ പരിശീലനം ശരിയായിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു ധ്വനിയും കൂടി ആ വാർത്തയിലുണ്ട്. ഇന്നത്തെ ഈ സുവിശേഷം വായിച്ചു വരുമ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട്, കാനാൻകാരി സ്ത്രീ ഈശോയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്. ശരിക്കും തന്നെയാണ് സ്ത്രീ പറയുന്നത്, കർത്താവേ, ദാവീദിന്റെ പുത്ര, കനിയണമേ, എൻ്റെ മകൻ, അല്ലെ, എൻ്റെ മകന് ഇങ്ങനെ അസുഖമുണ്ട്. ഈശോ ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വചനത്തിൽ വായിക്കും. ഈശോയുടെ അടുത്ത് ഞാൻ നമ്മൾ വിളിച്ചു പറയുന്നു, ഈശോ നിശബ്ദനായി നിന്നു എന്ന് പറയുന്നു. അതിനുശേഷം അവള് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട്, ശിഷ്യന്മാരെല്ലാവരും ചെന്ന് പറയുന്നു, ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്നു, അല്ലേ, വചനത്തിൽ വായിക്കുന്നു. ഞാൻ കഥയായിട്ട് പറയുന്നതല്ല, വചനത്തിലുള്ളത്. അപ്പോൾ ഈശോ അതിനും മറുപടി കൊടുക്കുന്നതായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നിസ്സംഗനായി നിൽക്കുന്ന ഈശോയെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെന്താ ഈശോയ്ക്ക് ഒരു കരുണയില്ലേ, സ്നേഹമില്ലേ? വാക്കുകൾ കൊണ്ട് മാത്രമല്ല വിശ്വാസം പ്രഘോഷിക്കേണ്ടത്, ഹൃദയത്തിലുള്ളതാണെന്നുള്ളത് ഈശോ അവരെ പഠിപ്പിച്ചു തരികയാണ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു വാക്കെടുത്തുകൊണ്ട് കർത്താവേ, ദാവീദിന്റെ പുത്ര, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. വിശ്വാസം ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണെന്നുള്ളത് ഈശോ അവരെ പഠിപ്പിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തുതിക്കുകയോ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുകയോ ചെയ്യുന്നതിലൂടെ അല്ല കർത്താവ് നമ്മളിലേക്ക് വരുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വാസമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശുദ്ധര്, ആൾ ദൈവങ്ങൾ, ഇവരുടെ എല്ലാം പിറകെ പോവുക എന്നുള്ളത്. പക്ഷെ ഇവരുടെ എല്ലാം പിറകെ പോകുമ്പോഴും നിന്റെ ഉള്ളിൽ വിശ്വാസം വെച്ചുകൊണ്ടാണ് നീ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ നീ തിരിച്ചറിഞ്ഞിട്ടാണ് പോകുന്നത്, അത് നീയും ഒരു വിശുദ്ധനാണ്, അല്ലെങ്കിൽ നീയും ഒരു വിശുദ്ധയാണ്, അതിലേക്ക് വിളിക്കപ്പെട്ടവളാണെന്നുള്ളൊരു ചിന്ത നിന്നിലുണ്ടോ എന്നുള്ളത് പ്രത്യേകമായി ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് വിശുദ്ധരുടെ സ്റ്റാച്യു ഇവിടെ വെച്ചിട്ടുണ്ട്, കാത്തലിക് പള്ളിയിലെ തിരുനാൾ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വിശുദ്ധരെ എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി പള്ളിയൊക്കെ ആഘോഷമായിട്ട് അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് നടന്നിരുന്ന ഒരു കാലത്തിൽ നമ്മുടെ പള്ളിയിൽ ഒരു ഓൾട്ടർ ബോയോട് ചോദിച്ചു. അവൻ എന്നോട് വന്ന് ചോദിക്കുക ചെയ്തത്, അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധനാണ്. ഞാൻ പറഞ്ഞു, വിശുദ്ധ തോമസ് ലീഗായി. ഓ, പഴഞ്ചനല്ലേ? ഞാൻ ചോദിച്ചു എന്ത് ചെയ്യണം പറഞ്ഞ്, കുന്തൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് പഴയ യവന കഥയിലെ, ഗ്രീക്ക് കഥയിലെ ആൾക്കാരെ പോലെ കുന്തൊക്കെ പിടിച്ച് നിൽക്കുന്ന പഴയ ഒരു വിശുദ്ധനെ കുറിച്ചു. ഞാൻ ചോദിച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ട ആരാ? നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചാരും ഇല്ല, എന്നാലും ഇപ്പോഴും കുറച്ചൊക്കെ ഇഷ്ടമുള്ളത് ഒരാൾ. ഞാൻ ചോദിച്ച ആരാ എന്ന് പറഞ്ഞു, വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസി. ഇന്ന് ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിലെ ഫ്രാൻസിസ് ഓഫ് അസീസിയാണ് അവന് ഇഷ്ടപ്പെട്ടത് വിശുദ്ധൻ. ഞാൻ ചോദിച്ചു എന്താണ്? കുറച്ച് നാൾ അടിച്ചു പൊളിച്ചൊക്കെ നടന്നു, അതിന് ശേഷം പിന്നെ വിശുദ്ധനായിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു മാതൃകയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അടിച്ചു പൊളിച്ച് നടക്കുന്നവർക്കായിട്ട് ഒരു വിശുദ്ധനാണ്. ആരാ? സെയിന്റ് കാർലോ അക്വിറ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് പോകുന്നുണ്ടാകും. 15 ഇയേഴ്സിൽ മരിച്ചു, 15 വയസ്സ്. 1991
1991 ജനിച്ചു. 2006 മരിച്ചു. 2006 മരിക്കുകയും ചെയ്തു. ആ വിശുദ്ധൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവ്യകാരുണ്യ ഭക്തിയുടെ വിശുദ്ധനായിട്ട് അറിയപ്പെടുന്നു. വിശുദ്ധ കുർബാനയുടെ ഭക്തനായിട്ട്, വിശുദ്ധ കുർബാനയുടെ ഇത് കൊടുക്കുവാനായിട്ട്, എല്ലാവർക്കും ഡിവോഷൻ കൊടുക്കുവാനായിട്ട് നടന്നൊരു വിശുദ്ധനാണ്. വിശുദ്ധിയുടെ പദവിയിലേക്ക് കയറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇങ്ങനെയാണ്. അദ്ദേഹം ലുക്കിമിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മരിച്ചു. 15 years. ഈ അദ്ദേഹം ചെയ്ത കാര്യം ഒന്ന്, ലോകം മുഴുവനും നടന്ന് എവിടെയൊക്കെ ദിവ്യകാരുണ്യ അപ്പാരിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടോ ആ അത്ഭുതങ്ങളുടെ എല്ലാം ഡേറ്റാ ബേസ് അദ്ദേഹം കോപ്പി ചെയ്തെടുത്ത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. വെബ്സൈറ്റിലൂടെ ഈ ദിവ്യകാരുണ്യ ഭക്തി ലോകമെങ്ങും അറിയിക്കുകയാണ് ചെയ്തത്. ഈ വിശുദ്ധന്റെ പ്രത്യേകത ടീഷർട്ടാണ് ധരിച്ചുകൊണ്ടിരുന്നത്, ജീൻസ്, പാക്ക്, ഇയർഫോൺ, പിന്നെ എന്താ സൺഗ്ലാസ്, പിന്നെ എന്താ വേണ്ടത്, പിന്നെ മറ്റേ ടോപ്പ്, മറ്റേ തുപ്പിയും എല്ലാം വെച്ചുകൊണ്ട് ക്യാപ്പൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നിരുന്നത്. കാരണം വളരെ സ്റ്റൈലായിട്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കവർ ഒന്ന് തുറക്കുകയുണ്ടായി. തുറന്നപ്പോഴും ജീൻസ് ടീഷർട്ടൊക്കെ ഇട്ട് വളരെ സിമ്പിളിനായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് നിൽക്കുന്ന ഒരു വിശുദ്ധനായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ബോഡി ഉണ്ടായിരുന്നു. ഒരു ഭാവവ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന്റെ അമ്മമായി കഴിഞ്ഞ ദിവസം സ്നേഹിക്കുന്നത് അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത്. അമ്മ പറഞ്ഞു, എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഐ ആം നോട്ട് എ ഫെയ്ത്ത്ഫുൾ. ഞാൻ ഒരു വിശ്വാസമില്ലായിരുന്നു. ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. ഞാൻ പള്ളിയിലേ പോകത്തില്ലായിരുന്നു. എനിക്ക് ദിവ്യകാരുണ്യത്തെയോ വിശ്വാസത്തെയോ ഒന്നുമില്ലായിരുന്നു. പള്ളിയിൽ കാണുന്നതെല്ലാം അത് വെറുതെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഞാൻ കരുതുന്നത്. എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു, എനിക്കൊന്നുമില്ലായിരുന്നു. ഞാൻ പള്ളിയിലേ പോകത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ മകൻ എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും. എൻ്റെ മകൻ എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും. അത് അവൻ്റെ ജീവിതത്തിലൂടെ അവൻ കാണിച്ചു തന്നു. സ്നേഹമുള്ളവരെ, ഇപ്പോൾ കാര്യങ്ങളെല്ലാം തിരിച്ചു പോകുകയും അപ്പനും അമ്മയ്ക്കും വിശ്വാസമില്ലെങ്കിൽ മക്കളിലൂടെ ദൈവം പ്രവർത്തിക്കുവാനായിട്ട്, മക്കളിലൂടെ ദൈവം അവർക്ക് ഓരോ അടയാളങ്ങൾ കാണിച്ചു തരും. മക്കളിലൂടെ വിശ്വാസത്തിന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ എന്താണ് വിശ്വാസം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആ അമ്മയിൽ നിന്നുകൊണ്ട് കരയുക, ഞാൻ ഒത്തിരി മിസ് ചെയ്തു പോയി. എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം മുഴുവനും ഞാൻ വിശ്വാസമില്ലാതെ, വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ച് കടന്നുപോയി എന്നുള്ളത് ആ അമ്മ വിലപിച്ചുകൊണ്ട് പറയുകയാണ് ചെയ്തത്. ദിവ്യകാരുണ്യ ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കോ ഉള്ളിലൂടെ ചിന്തിക്കാം. കാരണം എൻ്റെ മക്കൾക്ക് വിശ്വാസ പരിശീലനം ഞാൻ വേണ്ട വിധത്തിൽ കൊടുക്കാതെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പലതിനും വേണ്ടി മാറ്റിവെച്ചുകൊണ്ട്, പലതിനും വേണ്ടി അടിയറവ് പറഞ്ഞുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ ഞാൻ മാറ്റിവെച്ച് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അന്ത്യദിനത്തിൽ കർത്താവ് നിന്റെ മുൻപിൽ ചോദിക്കും, നിനക്ക് ഞാൻ അവസരം തന്നതല്ലായിരുന്നോ മകനെ, നിനക്ക് ഞാൻ അവസരം തന്നതല്ലായിരുന്നോ മകളെ, നീ എന്തുകൊണ്ട് വേണ്ട വിധത്തിൽ അത് ഉപയോഗിച്ചില്ല എന്നുള്ളൊരു ചോദ്യം നിന്നോട് കർത്താവ് ചോദിക്കുമ്പോൾ നിനക്ക് എന്ത് പറയുവാനുണ്ടാകും എന്നുള്ള മറുപടി ഇപ്പോഴേ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ കുട്ടികളും യുവജനങ്ങളും തെറ്റായ വഴിയിലൂടെ പോകുന്നതും വീട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴും അതിൻ്റെ അകത്ത് നമുക്ക് ഒരേ ഒരു ഉത്തരേ പറയാനായിട്ടുള്ളൂ, ശരിയായിട്ടുള്ള വിശ്വാസ പരിശീലനം നടക്കുന്നില്ല. പലരും പറയും കാറ്റഗിസത്തിലാണ് നടക്കുന്നത്. കാറ്റഗിസത്തിൽ 1 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം പഠിക്കും. കാറ്റഗിസത്തിലല്ല, കുടുംബത്തിലാണ് വിശ്വാസ പരിശീലനം. അവിടെ പോപ്പ് ഫ്രാൻസിസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശ്വാസ പരിശീലനം വ്യക്തമായി നടക്കണമെങ്കിൽ കുടുംബത്തിൽ മാതാപിതാക്കൾ ശരിയായി പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇതാണ് വിശ്വാസം എന്ന്. കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ യാതൊന്നും ശരിയായി മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ദിവ്യബലി അർപ്പിക്കുമ്പോഴേക്കും എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസ പരിശീലനം കാറ്റഗിസൊക്കെ മാറിയിരിക്കട്ടെ, എൻ്റെ വീട്ടിൽ വിശ്വാസ പരിശീലനം ശരിയായിട്ട് നടക്കുന്നു. ഇത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസം ജപമാല മാസമാണ്, കൊന്ത മാസമാണ്, അല്ലെ പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തിൻ്റെ മാസമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. എത്ര ഭവനങ്ങളിൽ ജപമാല കൃത്യതയോടെ വ്യക്തമായിട്ട് സമയബന്ധിതമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ചിന്തിക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജപമാല എന്നുള്ളത്. ആ ജപമാല നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. നമുക്ക് വിശ്വാസത്തെ പരിപോഷിപ്പിക്കാം,
വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുക. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികളിൽ തന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂസയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് വീതി പൂണ്ട വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലൂടെ മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും സഭാധ്യക്ഷന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉത്ഥാനവും പ്രത്യാശയുമായ മിശിഹായെ നീ കുരിശടയാളത്തോടു കൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതു ഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായി മിശിഹായെ ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോട് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശങ്ങളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിരവുമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളുടയുകനാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടും ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. സ്തുതിയെന്നും ദൈവാതിഥേയം മായം സേപ്പിനെയും സാദരമൂർത്തിയിലാ പാവനീ ബലി
സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കനികളെയും ബലിയിലോപ്പിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവിനെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃഗരെല്ലാരും മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവസൃഷ്ടികൾക്കുമുള്ള ആശ്രയനും യുഗങ്ങളെല്ലാം മുൻപ് പിതാവ് ജനിച്ചവനും വിനാശപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിന്റെ സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. അന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ദൈവികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലൂടെ മാമോദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരന്റെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനങ്ങളുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ
ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, കൃപാനയന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം ഞങ്ങളുടെ ഇഷ്ടങ്ങളേൽക്കുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ലോകത്തിനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ ശരീരങ്ങളാകുന്നു ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു ഞങ്ങളെ കാരുണ്യത്തിനകത്ത് യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോട് ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തിന് അളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്ന അഗ്നിമയന്മാരും അരൂപികളുമായ
സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും എന്നും നിറയുന്നു. അവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതരോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവൻ യുവരാജാവായി വീണ്ടും വരുവോളും Hosanna, Hosanna. കർത്താവായ ദൈവമേ, സ്വർഗ്ഗഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും എന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ഈശ്വരനാക്കി ദാസരൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ ദാവീദുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചു ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനെ ഏൽപ്പിച്ചിട്ടുള്ള ബലഹീനരുമാകുലരുമായി ദാസന്ദയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവർക്ക് മാത്രം വലിയ അനുഗ്രഹമാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കും. അനുവദിച്ചു ഞങ്ങളെ സ്വീകരിക്കുകയും പ്രധാന ഞങ്ങളെ ചുറ്റുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെയും ക്ഷമിച്ചു സ്ഥിരീകരിച്ച് ഞങ്ങളുടെ പ്രതികൃതാസം ഞങ്ങളുടെ ശത്രുക്കളെയും പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായ പ്രകൃതി എന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും
റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ മേലധ്യക്ഷ പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ സമർപ്പിതരായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ കർത്താക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടി അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവമതവൈകാപരത്തിന് സന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണങ്ങളുടെ അപകട സ്മൃതമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവകാലങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അന്ന് മാത്രമേ യഥാർത്ഥ പിതാവായ ദൈവം അങ്ങയുടെ പ്രിയപുത്രനായ ശിശുവിനെ നയിച്ചു ഉപവാസകരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവിന്റെയുമായി വിശിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീഹന്മാരുടെ വേദപാലകന്മാർ ഭക്തന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകർ എന്നിവർക്ക് വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്തിനും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിനും വിശുദ്ധന്മാർക്കും പഠിപ്പിച്ച മനുഷ്യന്മാരുടെ കർത്താവികൾ ഈ ബലഹീനരും ക്ലേശിതരുമായ ദാസർമങ്ങൾ നൽകി മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചു നാം ലഭിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിർത്തുന്നു. ഞങ്ങളുടെ നാഥരക്ഷകനുമായ ശിവസിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയ ബഹുജനവും പരിശുദ്ധവും ജീവദായകവും ദിവ്യമായ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള അവരെ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപഹവുമായ രക്ഷപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് മുന്നിൽ രക്ഷകരുടെ സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടി ഞങ്ങൾ അംഗീകരിക്കുന്നത് അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
ഈശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളുമോ എന്നിൽ നിത്യം ജീവിക്കും ഏതുമാവൻ സ്വർഗം നിശ്ചയമാണ്. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് പ്രഭയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ദൈവമാകട്ടെ, നീക്കുമാമേൻ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമെന്ന് സകല വിശുദ്ധരുടെ സ്തുതിക്കാൻ ഞാൻ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കി ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവേ, യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഓ
രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകിയ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ ശരീരങ്ങൾ വഴി നിത്യസൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം നമ്മെ വിളിച്ചല്ലോ.
അക്ഷയ സൗഭാഗ്യം ആദിടുവാൻ ദൈവം നമ്മെ നയിച്ചെന്നു. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാം. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും. നിത്യായുസ്സവനെ ഞാൻ ദൈവം നാഥനരുൾ ചെയ്യും. നാഥൻ തന്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെന്നും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാം. സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയും അരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ, ഭൂവിൽ നിങ്ങൾ എന്നാളും നൽവരദാനം നൽകിയിടും. സംരക്ഷണവും ചിരകാലം കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണയ്ക്ക് സ്തുതി. ഞങ്ങളുടെ യേശുവിന്റെ പ്രവാഹനം കടകളുടെ പുറത്തേക്ക് പാപങ്ങൾ മോചനത്തിന് കാരണമാകട്ടെ. ഇനിയും പരിഹരിക്കുവാൻ പരിഹരിക്കുന്നതായി നിത്യപുരതനായ യേശു അങ്ങേ ദാസന്മാരായ വ്യക്തികൾക്ക് യാതൊരാപത്തരാകെ അങ്ങേ തിരുഹൃദയങ്ങളെ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസങ്ങളോടെടുക്കുന്ന അവരുടെ കുശപ്പെട്ട കാര്യങ്ങളെ നഗരമാകണമേ. അങ്ങേ നാവുകളെ നിർബലമായി കാത്തുകൊള്ളണമെങ്കിൽ ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിമമായി മുദ്രവച്ചിരിക്കുന്ന അവരുടെ ദേഹങ്ങളെ ലോകവസ്തുക്കളായിരിക്കുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരുടെ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ ഹൃദയങ്ങളെ ഫലസമൃദ്ധമായി ഭരിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ നിയന്ത്രണ ആത്മവിശ്വാസവും കരുതൽ സ്വഭാവത്തിന്റെ മകളുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും പ്രത്യേക ശുശ്രൂഷകളെയും ശുദ്ധീകരിക്കണമേ. വൈദ്യുതരാജ്ഞ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, സ്നേഹമുള്ളവരെ, കുർബാനയ്ക്ക് ശേഷം ആർക്കെങ്കിലും എഴുന്നേൽക്കുവാനോ അമ്പെടുക്കുവാനോ ഉണ്ടെങ്കിൽ കുർബാനയ്ക്ക് ശേഷം അതിനുള്ള സൗകര്യമുണ്ട്. ഇന്നും നാളെയും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ ആർക്കെങ്കിലും കത്തോലിക്ക ദേവാലയത്തിൽ വന്നുകൊണ്ട് എഴുന്നേൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ വന്ന് എഴുന്നേൽക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ദേവാലയം നിങ്ങൾക്കായിട്ട് തുറന്ന് വെച്ചിട്ടുണ്ടാകും. ഞായറാഴ്ച നമുക്ക് വാനവടി പള്ളിയുടെ
ഞായറാഴ്ച കുർബാന രാവിലെ 9:30-ക്കാണ് നടത്തപ്പെടുന്നത്. ചിലർ അവസാന നിമിഷങ്ങളിലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ തലേദിവസം വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അതനുസരിച്ച് തലേദിവസം വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതിനനുസരിച്ച് ആളുകളെ ക്രമീകരിക്കുവാനും ദേവാലയം അതിന് യോഗ്യമായ വിധത്തിൽ ക്രമീകരിക്കുവാനും സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലും കേരളത്തിലൊക്കെ ആണെങ്കിലും കൂടുതലായതുകൊണ്ട് അവർ ലോക്ക്ഡൗൺ പോലെ കൂടുതലായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഇവിടെ അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പാസീവായിട്ടുള്ള ഒരു ഒത്തിരി ഊഷ്മളമല്ലെങ്കിലും എന്നാൽ അത്ര ഊഷ്മളമല്ലാത്ത അവസ്ഥ അങ്ങനെയും അല്ലെങ്കിലും പെർമിഷൻ പോലെ തന്നിട്ടുണ്ട് ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുവാനായിട്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ദിവ്യബലി അർപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. പൂനെ കോളനിയിൽ മറ്റു പള്ളികളിൽ ഇങ്ങനെ കുർബാന തുടങ്ങുവാനായിട്ട് അതോറിറ്റീസ് അങ്ങനെ പെർമിഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ദിവ്യബലിയിൽ സംബന്ധിക്കുവാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇടദിവസങ്ങളിൽ രാവിലെ 7 മണിക്കും ഞായറാഴ്ച രാവിലെ 9:30-ക്കുമായിരിക്കും ദിവ്യബലി എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് സാധിക്കുമ്പോൾ നിങ്ങൾ വന്ന് ദിവ്യബലിയിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസരം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കരുത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്ന കുട്ടികളെ കൂട്ടിക്കണ്ട് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇടദിവസം വന്നാൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഞാനതിന് ഒരു 6 പേര് 7 പേരേക്ക് മാക്സിമം അലോ ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെ കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ദേവാലയത്തിൽ നിങ്ങൾക്ക് ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്, ദിവ്യബലിയിൽ സംബന്ധിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ശനിയാഴ്ചകളിൽ രാവിലെ 6:30 മുതൽ ദിവികാരൻ്റെ പ്രദക്ഷിണമായിട്ട് നമ്മുടെ ഇടവകയുടെ അതിർത്തികളിലുള്ള വഴികളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ STCHW മാനവരിയുടെ യൂട്യൂബ് ചാനലിലൂടെ അത് ഓൺലൈനായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആളുകൾ വളരെ ലാഘവത്തോടെ അത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് കുഴപ്പമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടി ആയിരിക്കും. നിങ്ങളുടെയൊക്കെ ഭവനങ്ങൾ കുടികൊള്ളുന്ന സ്ഥലങ്ങളിലൂടെയാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണമായിട്ട് കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ പുറത്തേക്കൊന്നും വരണമെന്നില്ല, ഭവനത്തിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ദിവ്യകാരുണ്യ പ്രദക്ഷിണം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടുകൊണ്ട് പങ്കെടുത്ത് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക. കാരണം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാവുകയുള്ളൂ. പ്രാർത്ഥന കൊണ്ട് ശമനം ഉണ്ടാവുകയില്ല എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ 1-2 ഉദാഹരണങ്ങൾ പറയാം. ലിസ്ബൺ എന്ന് പറയുന്ന പട്ടണം നിങ്ങൾക്കറിയാം. ലിസ്ബണിൻ്റെ പണ്ട് പകർച്ചവ്യാധി സംഭവിച്ചപ്പോഴേക്കും അത് മുഴുവനും ആളുകളെ കൊണ്ടുപോകും എന്നുള്ള അവസരത്തിലേക്ക് വന്നപ്പോൾ ഈശോ എന്നുള്ള പേര് എഴുതി പേപ്പറിൽ എഴുതിയിട്ട് തലയുടെ അടിയിൽ വയ്ക്കുകയും ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തുകയും ചെയ്യുന്നതാണ് ആ അസുഖതയെല്ലാം മാറ്റിയത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു തമാശ പോലെ തോന്നുമെങ്കിലും അത് സംഭവം സത്യമാണ്, ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. പകർച്ചവ്യാധി എന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ലോകത്തെ മുഴുവനും ഇതിനു മുൻപും ബാധിച്ചിട്ടുള്ള പലതരത്തിലുള്ള പകർച്ചവ്യാധികളുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൂടാതെ നമുക്കറിയാം, ഞാനിപ്പോൾ ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണമായിട്ട് നമ്മളിങ്ങനെ പോകുന്നത് വേറെ ഇടവകയിലുണ്ട്. ഇപ്പോൾ ബോംബെയിലുള്ളതും പൂനെയിൽ തന്നെയുള്ളതുമായിട്ടുള്ള മറ്റ് ഇടവകകളിൽ അവരിങ്ങനെ പറയാറുണ്ട്, ഞങ്ങളുടെ ഇടവകയിൽ എന്തുകൊണ്ട് ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്നില്ല. കാരണം അവർ ആത്മാർത്ഥമായിട്ട് അതിൽ പങ്കെടുക്കുവാനായിട്ടും പ്രാർത്ഥിക്കുവാനുമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന സമൂഹം വേറെ പുറത്തുണ്ട്. അവരത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളത് യൂട്യൂബിൻ്റെ ഇതിൽ നോക്കുകയാണ് കാണാൻ സാധിക്കും. നമുക്ക് പോലും പരിചയമില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും. പ്രീതി ഭായ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നായിക്കൊക്കെ ആയിരിക്കും അതിന് ആമേനും ഇത് പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ കമൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇത് ഈ പറയുന്ന പ്രീതി ഭായ് നമ്മുടെ ഇടവക്കാരിയല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന നായിക്കാണെങ്കിലും നമ്മുടെ ഇടവക്കാരനോ ഒന്നുമല്ല. മറിച്ച് ഇത് നോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ, നോൺ മലയാളീസ് ആയിട്ടുള്ള കാത്തലിക്സ് ആയിട്ടുള്ള ആളുകൾ ഇതെങ്ങനെയോ കണ്ടുപിടിച്ച് അവർ അതിൻ്റെ അകത്തേക്ക് ഇടുന്നതൊക്കെയാണ്. അതുകൂടാതെ കോളേജിൽ കൂടെ പഠിക്കുന്ന കുട്ടികളും
വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് ഇത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. കാരണം ഈ കൊറോണ ബാധിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് എന്നാൽ പിന്നെ എല്ലാം സംഭവിച്ചു, കുഴപ്പമില്ല, ഇനി സുഖമായിട്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇരിക്കരുത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം കാറ്റഗിസം വളരെ നമ്മുടെ രൂപത വളരെ എഫിഷ്യൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ രൂപതയിലെ നിർദ്ദേശത്തിനനുസരിച്ചുകൊണ്ട് കാറ്റഗിസം ടീച്ചേഴ്സ് സമയം കണ്ടെത്തി ഇതിനു വേണ്ടി കാറ്റഗിസം പഠിപ്പിക്കുവാനായിട്ട് ഒത്തിരിയധികം സമയം ചെലവഴിച്ചുകൊണ്ട് കാറ്റഗിസം ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല ആക്ടിവിറ്റീസ് രൂപതയിൽ നിന്ന് തരുന്നുണ്ട്. അത് രൂപത പറയുന്നതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തപ്പെടുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കാറ്റഗിസം കുട്ടികളുടെ മാതാപിതാക്കൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ ഈ മക്കളൊന്നും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ഒത്തിരി വളർന്നു പോയിട്ടുള്ള മാതാപിതാക്കളായിരിക്കും പറയുന്നത്, എന്തിനാ അങ്ങനെ ഒരു ആക്ടിവിറ്റി, എൻ്റെ മോൻ്റെ കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു, അവരുടെ മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കുറവ് മറ്റേ മക്കൾക്ക് ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അവരുടെ മക്കളെ ഒന്ന് നോക്കിയാൽ മതി, അവരുടെ മക്കൾക്ക് അതിന് കുറവുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കാറ്റഗിസം ക്ലാസ്സിൽ റെഗുലറായിട്ട് വിടാതെ ഇരുന്നുകൊണ്ട് കമൻറ്റ് പറയുന്ന മാതാപിതാക്കൾ ഈ യങ് ആയിട്ടുള്ള മാതാപിതാക്കളെ അങ്ങനെ ഇൻസ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കാറ്റഗിസം ക്ലാസ്സിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ പള്ളിയിൽ പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറവ് അവരുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അച്ഛനായിട്ട് പറയുന്നു. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഇതിന് വിധിക്കുന്നു ഇല്ല ഒന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അങ്ങനെ പറയുന്ന മാതാപിതാക്കളുടെ മക്കളുടെ കാര്യം ഒന്നെടുത്ത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കമൻറ്റുകൾ പിന്നെ പാസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ മക്കളെ വിശ്വാസ പരിശീലനത്തിൽ വളർത്തണം എന്നുള്ളത് രൂപതയ്ക്ക് നിർബന്ധമാണ്. അതോടൊപ്പം വികാരിസിനൊക്കെ നിർബന്ധമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് കാറ്റഗിസം കുട്ടികളെ വിശ്വാസ പരിശീലനത്തിന് നിർബന്ധമായിട്ട് തന്നെ പങ്കെടുപ്പിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കും. നിർബന്ധമായിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് വിശ്വാസ പരിശീലനത്തിലൊന്നും ഞാൻ ഉദ്യമിക്കുന്നൊന്നുമില്ല. ഇനി മാതാപിതാക്കളുടെ ഇതിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ വേണ്ട വിധത്തിൽ മക്കളെ വിശ്വാസ പരിശീലനത്തിൽ വളർത്തുവാനായിട്ട് ഉത്സുകരാകുക എന്നുള്ള കാര്യം ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് പറഞ്ഞിട്ടുള്ള വിശുദ്ധൻ്റെ കാര്യവും നിങ്ങളെടുത്ത് ഗൂഗിളിൽ നോക്കിയാൽ മതി. അച്ഛൻ പറഞ്ഞ നുണയാണോ സത്യമാണോ എന്നുള്ളത്. കാർല അക്വിറ്റസ് എന്ന് പറയുന്ന വിശുദ്ധൻ്റെ ഇതെടുത്തൊന്ന് നോക്കി വെച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെയാണ് പറയുന്നത്, എൻ്റെ മകൻ കാരണം ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നുള്ളത് ചെറിയ ആഗ്രഹമാണ്. കാരണം നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഉണ്ടാകട്ടെ, നിങ്ങൾ എന്നിട്ട് മക്കൾക്ക് വിശ്വാസം ഉണ്ടാക്കുക. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. ഈശ്വരയ്ക്ക് തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവൾ
പാർക്കാം പുണ്യസമമായി അമ്മ ഈശോ വളരാം പരമേശ്വരയായി അമ്മ ദൈവത്തിനു പാർക്കാം പുണ്യസമമായി അമ്മ ഈശോ വളരാം അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ ആവേ മരിയ